ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരില്ല. നമ്മളായിട്ട് ചെറുതായിട്ടൊന്ന് കളിപ്പിക്കും, ഒന്ന് പരിശ്രമിപ്പിക്കും. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ആഗ്രഹിച്ച് നേടുന്നതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാം. പരീക്ഷയുടെ വിജയവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോ ആദ്യം നമുക്കത് കിട്ടിയെന്ന് വരില്ല, പക്ഷെ വിജയം നമുക്ക് നമ്മുടെ തൊട്ടു പിന്നിൽ കാണാനും കഴിയും. പിന്നീട് അത് മുന്നിലേക്ക് കൊണ്ടുവരണം. ഇനി അഥവാ പഠിത്തത്തിൽ പിന്നിലായെന്ന് വെച്ച്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞൂന്ന് വെച്ച് ഒരിക്കലും ടെൻഷൻ ആവരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കഷ്ടപ്പെടാനും പരിശ്രമിക്കാനും മനസ്സുണ്ടോ, അവിടെ വിജയവും ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാ. ശാലിനി വിഷ്ണു എന്ന ഞാൻ. ഒരു സാധാരണ കുടുംബത്തിലെ ശാരദ എന്ന ചായക്കടക്കാരിയുടെ മകളാ ഞാൻ. പെൺകുട്ടികളെ വളർത്തി വലുതാക്കി എന്നെ ഒരു IAS കാരിയാക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ SSLC പരീക്ഷയിൽ വലിയ വിജയം കൈവരിക്കാനാവും. ഇനി അഥവാ നിർഭാഗ്യവശാൽ അല്പം പിന്നിലേക്ക് പോയാൽ നമ്മൾ തളരരുത്. ആ പരാജയം വിജയത്തിനൊരു മുന്നേറ്റം ആവണം. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി നമ്മൾ മാറ്റണം. പരാജയം എന്നൊന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ജയിക്കുന്നു, അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും പുതിയ പാഠം പഠിക്കുന്നു. ആ പാഠം നിങ്ങൾ പുതിയ വിജയ ചരിത്രമാക്കി മാറ്റണം. അതിന് ഉദാഹരണമായി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ കഥയാണ്. അദ്ദേഹം ഇതിനുവേണ്ടി ഒന്നും രണ്ടുമല്ല 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തി. അതെല്ലാം പരാജയപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, 1000 തവണ പരാജയപ്പെട്ടിട്ടും നിങ്ങൾ എന്തിനാണ് പിന്നെയും പരീക്ഷണങ്ങൾ തുടരുന്നതെന്ന്. അതിന് എഡിസൺ നൽകിയ മറുപടി ലോക പ്രശസ്തമാണ്. ഞാൻ അതിൽ പരാജയപ്പെടുകയായിരുന്നില്ല, മറിച്ച് ഒരു ബൾബ് എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നതിനെ കുറിച്ചുള്ള 1000 വഴികൾ കണ്ടെത്തുകയായിരുന്നു എന്ന്. കുട്ടികളെ, എന്ത് പോസിറ്റീവായ മറുപടിയാ അല്ലേ? അതിനുശേഷം അദ്ദേഹം വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയവും തോൽവിയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആദ്യ പരീക്ഷണത്തിൽ തന്നെ പരാജയപ്പെട്ടതിന്റെ സങ്കടത്തിൽ എഡിസൺ ആ പരീക്ഷണമെല്ലാം അവസാനിപ്പിച്ച് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ബൾബിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമായിരുന്നു. ഇങ്ങോട്ട് വരട്ടെ, നല്ല വർത്താനം പറയുന്നുണ്ട്. അതെ വിഷ്ണു, ഈ വഴിക്കൊരു ഇയാള് പറഞ്ഞേ. അതെ അതെ, ഇടയ്ക്ക് റോഡിലേക്കൊന്ന് നോക്കിയേക്കണേ, നമ്മളെ കടന്നു പോരുതല്ലോ. അതെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ടേ ഒന്ന് രണ്ട് വർത്താനോട് എനിക്ക് പറയാനുണ്ട്. എന്തോടോ ഇത്? ഇതിന് മധുരമൊന്നുമില്ല. സാറേ, സാറിന് മധുരം കൂടുതൽ കഴിച്ചുകൂടാല്ലോ. ഇയാളോട് തുറന്നാ പറഞ്ഞേ, പോയി മധുരോട്ടുണ്ടോ? ഇയാള് പോയി മധുരോട്ടുണ്ടോ? അത് വിഷ്ണു അല്ലയോ? അവനാണല്ലേ. എടാ വിഷ്ണു, എടാ വിഷ്ണുവേ, എടാ എനിക്ക് നടക്കാൻ വയ്യടാ. ചേടാ, ഈ നിന്ന് നിപ്പിയത് എവിടെ പോയി? രാഘവ് സാറേ, രാഘവ് സാറേ, ചേടാ ഇതെവിടെ പോയി? എന്താ, എന്ത് പറ്റി? എന്റെ കൂടെ ഇവിടെ വന്നിരുന്ന ആളിനെ കാണുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയായിരിക്കും ചേട്ടാ. അത് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇതൊന്ന് പിടിക്ക്. രാഘവ് സാറേ, രാഘവ് സാറേ.
രാഘവ സാറേ, രാഘവ സാറേ. വിഷ്ണുവേ, 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 വിഷ്ണുവേ. ഡാ, മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു, മോനെ വിഷ്ണു. എടാ, വിഷ്ണുവേ, നീ ഇതോടെ പോവാ? എന്ത് പോക്കാടാ ഇത്? ഏ? എനിക്ക് സുഖമില്ലാത്തെന്ന് അറിയാൻ പാടില്ല നിനക്ക്. എന്നെ ഇങ്ങോട്ട് ഓടിക്കാവോടാ? എടാ മക്കളെ, നീ ഇതെവിടെ ആയിരുന്നടാ? നിന്നെ എവിടൊക്കെ അന്വേഷിച്ചു? എനിക്കറിയായിരുന്നോടാ നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ലെന്ന്. അതെ, നിങ്ങൾക്ക് ആള് തെറ്റിദ്ധരിക്കും. എന്തുടാ നിങ്ങളെന്നോ? ആള് തെറ്റിയെന്നോ? എനിക്കാ? എടാ, ഞാൻ നിന്റെ അച്ഛനാടാ, രാഘവൻ നായര്. നീ എന്റെ മോൻ വിഷ്ണു. ആ, ചുമ്മാ നാട് കളിക്കാതെ വിടൂ, വിടൂ. അല്ല, ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണു അല്ല. എനിക്ക് നിങ്ങളെ അറിയുകയില്ല. കളി നിർത്തിക്കോട്ടോ. എടാ, അമ്മ അവിടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചേ നീ ഇങ്ങനെ വീട് നാട് വിട്ട് നടക്കേണ്ട കാര്യമല്ല ഉണ്ടോടാ വിഷ്ണു? എടാ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണ്ടല്ലോടാ. അതെ, നീ ഒന്നും പറയണ്ട, എന്നെ വീട്ടിലോട്ട് വന്നാൽ മതി. വാ, വിട്.